മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡേറ്റയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് വരുന്നത് തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ എന്താണ് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ necessity of preparing a trading account and a profit and loss account. Briefly list 5 important items that appear as debit entries in the profit and loss account. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. ദ ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് റിസൾട്ടിംഗ് ഫ്രം ദ കോർ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. എന്താ പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്ത് ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് ട്രേഡ്, നമ്മുടെ മെയിൻ ബിസിനസ് ആക്ടിവിറ്റീസ്, അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ്, അതിൽ കിട്ടണം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും അതിൻ്റെ ഗ്രോസും പ്രോഫിറ്റ് എത്രയാണോ ലോസ് ആണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രോസ് പ്രോഫിറ്റ് എന്നും ഗ്രോസ് ലോസ് എന്നും പറയുക. അതായത് നമ്മളുടെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് മാത്രം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഫോർ ദ പീരിയഡ് ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഓൾ ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ്. അതായത് ടോട്ടൽ, അതായത് ആ കമ്പനിക്ക് എല്ലാതും, അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിക്കോട്ടെ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിക്കോട്ടെ, ഓപ്പറേറ്റിംഗ് ഇൻകം ആയിക്കോട്ടെ, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിക്കോട്ടെ, എല്ലാം കൂടി ചേർത്ത് ലാസ്റ്റ് കമ്പനിക്ക് എത്ര ഒരു സെർട്ടൻ പീരീഡ് ഓഫ് ടൈമിന് അക്കൗണ്ടിങ് ഇയറിന് നമ്മൾ ശരിക്കും ഒരു 1 ഇയറിന് വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പോൾ ടോട്ടൽ എത്ര നെറ്റ് പ്രോഫിറ്റാണ് കിട്ടിയത്, നെറ്റ് ലോസ് ആണ് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ടുഗെദർ ദേ സമ്മറൈസ് ദ ബിസിനസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്? ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയുണ്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്? ലിസ്റ്റ് 5 ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ദാറ്റ് അപ്പിയർ ആസ് ഡെബിറ്റ് എൻട്രീസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താണ് എഴുതുക? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഇപ്പോൾ നമ്മളിങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ഡേറ്റ് പെർട്ടിക്കുലേഴ്സ്. അപ്പോൾ ഇവിടെ ഡെബിറ്റും ഇവിടെ ക്രെഡിറ്റും അല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എന്താ എഴുതാറ്? ഇവിടെയൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലേ എഴുതുക. അപ്പോൾ മെയിനായിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്? സാലറീസ് ആൻഡ് വേജസ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഡിപ്രീസിയേഷൻ ആൻഡ് on ഓഫീസ് അസറ്റ്സ്, ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺസ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ട് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് March 31, 2025. എന്തൊക്കെ തന്നിട്ടുണ്ട്? സെയിൽസ് 1,50,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000, പർച്ചേസസ് 80,000, ക്ലോസിംഗ് സ്റ്റോക്ക് 30,000, വേജസ് ഫാക്ടറി വേജസ് ആണ് 5,000, ഓഫീസ് സാലറീസ് 15,000, സെല്ലിംഗ് എക്സ്പെൻസസ് 10,000, റെൻറ്റ് റിസീവ്ഡ് 2,000. ഓക്കെ, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം. എത്രയാണ് നമുക്ക്, അതായത് ഇവിടെയാണ് ഡെബിറ്റും ഇവിടെയാണ് ക്രെഡിറ്റും വരിക. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ നമ്മൾ ഇവിടെ എന്താണ് പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. എത്രയാണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്? 20,000 ആണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ 20,000 എന്ന് എഴുതി. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? പർച്ചേസസ് എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? അതായത് സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് ഫസ്റ്റ് എഴുതി. പിന്നെ നമ്മൾ എഴുതേണ്ടത് പർച്ചേസസ് ആണ്. പർച്ചേസസ് എത്രയും നമുക്ക് തന്നിരിക്കുന്നത് 80,000. അപ്പോൾ നമ്മൾ 80,000ഉം എഴുതി. ഇനി വേറെ എന്തെങ്കിലും എക്സ്പെൻസസ് നമുക്ക് ഉണ്ടോ നോക്കണം. അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ്. നമ്മൾ ഇവിടെ എന്താ എഴുതുക? ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്താ? ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രം എഴുതാം. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണ് വരിക? ഇതിലിപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് വരുന്നത് ഏതാണ്? വേജസ്, ഫാക്ടറിയിൽ കൊടുക്കണ വേജസ് 5,000 ആണ് മാത്രം എന്തിൽ വരുള്ളൂ? ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുള്ളൂ. വേറെ ഒന്നും ഡയറക്റ്റ് എക്സ്പെൻസസ് ഇവിടെ വരണതില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസിൽ എന്തെഴുതി? വേജസ് 5,000 എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എന്തെഴുതുക? സെയിൽസ്. എത്രയാണ് സെയിൽസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? 1,50,000. അപ്പോൾ സെയിൽസ് എത്രയാണ്? 1,50,000. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സൈഡും ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 20,000ഉം 80,000ഉം 5,000ഉം ഇവിടെ 1,50,000ഉം. അപ്പോൾ ഇതിലേതാണ് കൂടുതൽ വരുന്നത്?
നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കും കൂടി എഴുതാണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ലേ 30,000. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതാം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് 30,000. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. അപ്പോൾ എന്തൊക്കെ നമ്മൾ എഴുതി? ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും വേജസും നമ്മൾ ഡെബിറ്റ് സൈഡിലും എഴുതി, സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ റൈറ്റ് സൈഡിലും എഴുതി. ഇനി ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1,80,000 ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഇതിലും ഇവിടെയും നോക്കുമ്പോൾ 1,80,000 ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ടോട്ടലിൽ എന്ത് എഴുതി? 1,80,000 എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടുള്ളൂ? ആകെ 1,05,000 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 1,80,000 ഈ 1,05,000 സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 75,000. അപ്പോൾ ഈ 75,000 ആണ് എന്ത് വരിക? ഗ്രോസ് പ്രോഫിറ്റ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഈ സൈഡിൽ വന്നെങ്കിൽ അതെന്തായിരിക്കും? ഗ്രോസ് ലോസ് ആയിരിക്കും. ഈ സൈഡിൽ വന്നതുകൊണ്ട് അതെന്തായി? പ്രോഫിറ്റായി. അപ്പോൾ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത്, ഗ്രോസ് പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത് 75,000. ഓക്കെ, അടുത്ത് നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫസ്റ്റ് നമ്മൾ എടുത്തത് എഴുതുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് വേണം എഴുതാൻ. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 75,000 കിട്ടി. അപ്പോൾ നമ്മൾ അത് എവിടെയാണ് എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ബൈ ഗ്രോസ് പ്രോഫിറ്റ് 75,000 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വരിക? ഓഫീസ് സാലറീസ് അതെവിടെ വരിക? ഓഫീസ് സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് വരുമോ? അല്ല, സെയിൽസ് വരില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് വരില്ല. ഇതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. പർച്ചേസും ട്രേഡിംഗ് അക്കൗണ്ടിൽ, ക്ലോസിംഗ് സ്റ്റോക്കും ട്രേഡിംഗ് അക്കൗണ്ടിൽ, ഇതും ട്രേഡിംഗ് അക്കൗണ്ടിൽ. അപ്പം ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേണ്ടത് ഇതൊക്കെയാണ്: ഓഫീസ് സാലറീസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, റെൻറ്റ് റിസീവ്ഡ്. അപ്പോൾ ഓഫീസ് സാലറീസ് എവിടെ വരിക? ഡെബിറ്റ് സൈഡിൽ. അത് നമുക്ക് എക്സ്പെൻസസ് അല്ലേ, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ. സെല്ലിംഗ് എക്സ്പെൻസസ് അതും എവിടെ വരിക? ഡെബിറ്റ് സൈഡിൽ. റെൻറ്റ് റിസീവ്ഡ് എവിടെ വരിക? ക്രെഡിറ്റ് സൈഡിൽ. കാരണം അത് നമുക്ക് ഇൻകമാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഇൻകം ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിലുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എഴുതുക. ഓക്കെ, അപ്പോൾ എന്താണ്? ഓഫീസ് സാലറീസ് 15,000, സെല്ലിംഗ് എക്സ്പെൻസസ് 10,000, റെൻറ്റ് റിസീവ്ഡ് 2,000. ഓക്കെ, അപ്പോൾ ഓഫീസ് സാലറീസ് എത്ര എഴുതി? 15,000 നമ്മളിവിടെ എഴുതി. സെല്ലിംഗ് എക്സ്പെൻസസ് 10,000 എന്ന് എഴുതി. ഇവിടെ നമ്മൾ ഓൾറെഡി ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ റെൻറ്റ് റിസീവ്ഡും നമ്മൾ 2,000 എഴുതി. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? ഇവിടെ 77,000 എന്നും ഇവിടെ 25,000 ആണ്. അപ്പോൾ ഇതിൽ ഏതാ വലുത്? ഇത് തന്നെയല്ലേ വലുത്. അപ്പോൾ 77,000 എന്നുള്ളത് നമ്മൾ രണ്ട് സൈഡിൻ്റെയും ടോട്ടലിൽ എഴുതി. നമുക്ക് ബാക്കി ബാലൻസ് എത്ര വന്നു? 77,000 25,000 സബ്ട്രാക്ട് ചെയ്താൽ 52,000. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ത് കിട്ടി? 52,000. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 75,000 കിട്ടി, നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 52,000 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായിരുന്നു. ഫൈൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു, രണ്ടും കിട്ടി. ഓക്കെ, what is the fundamental accounting equation on which the balance sheet is based? State the difference between current liabilities and non-current liabilities and give one example of each. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ് ബാലൻസ് ഷീറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദ ബാലൻസ് ഷീറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ. എന്താണ് നമുക്ക് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലേ നമ്മളുടെ ബാലൻസ് ഷീറ്റിൻ്റെ? ഒരു സൈഡിൽ അസറ്റും ഒരു സൈഡിൽ ക്യാപിറ്റലും ഇല്ലേ നമ്മൾ എഴുതുക ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ലയബിലിറ്റീസും അതേപോലെ നമ്മുടെ ക്യാപിറ്റലും. മീൻസ് ഒരു സൈഡിൽ ലയബിലിറ്റീസ് ഒരു സൈഡിൽ അസറ്റും നമ്മൾ എഴുതും. അപ്പോൾ അവിടെ നമ്മൾ ലയബിലിറ്റീസും ഇക്വിറ്റിയും യൂസ് ചെയ്യും, അല്ലെങ്കിൽ ക്യാപിറ്റലും യൂസ് ചെയ്യും. ഒരു സൈഡിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അസറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്നുള്ളതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇക്വേഷൻ. ബാലൻസ് ഷീറ്റിൻ്റെ മെയിൻ ഇക്വേഷൻ ഇതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ദിസ് ഇക്വേഷൻ സിഗ്നിഫൈസ് ദാറ്റ് എവറിത്തിങ് ദ ബിസിനസ് ഓൺസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനുള്ളത്, അതെന്താ? അസറ്റ് ഈസ് ഫിനാൻസ്ഡ് എയ്തർ ബൈ ദ ഓണർ ഓർ ബൈ എക്സ്റ്റേണൽ പാർട്ടീസ്. അപ്പോൾ എന്താ പറയുന്നത്? ഈ കമ്പനിക്കുള്ള എന്തും, കമ്പനി ഓൺ ചെയ്യുന്ന എന്തും, അതായത് അസറ്റ് ആയിക്കോട്ടെ, കമ്പനി ഓൺ ചെയ്യുന്ന എന്തും ആരാണ് പൈസ കൊടുക്കുന്നത്? ആരാണത് ഫിനാൻസ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ നമ്മുടെ ഓണർ തന്നെ. അപ്പോൾ ഇക്വിറ്റി പറയുമ്പോൾ ഓണറുടെ പൈസ, ഇക്വിറ്റി ഒന്നില്ലെങ്കിൽ ഓണർ തന്നെ, അല്ലെങ്കിൽ ബൈ എക്സ്റ്റേണൽ പാർട്ടീസ്. എക്സ്റ്റേണൽ പാർട്ടി നമുക്ക് പൈസ തരുമ്പോൾ അതെന്തായി? ലയബിലിറ്റി ആയി. അപ്പോൾ ഏതൊരു അസറ്റിൻ്റെയും ഫിനാൻസർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്? ഒന്നില്ലെങ്കിൽ ഇക്വിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. കറണ്ട് വേഴ്സസ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. എന്താ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഷോർട്ട് ടേം ലയബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുക. ദീസ് ആർ ഒബ്ലിഗേഷൻസ് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് വിത്തിൻ ബിസിനസ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ വിത്തിൻ 1 ഇയർ ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ, ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു കടം അല്ലെങ്കിൽ ആ ഒരു ലയബിലിറ്റി തീർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കും. ആ ഒരു ഒബ്ലിഗേഷൻ നമ്മൾ സെറ്റിൽ ചെയ്യാൻ, ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ലയബിലിറ്റീസിനൊക്കെ നമ്മൾ പറയുന്നതാണ് ഇത് കറണ്ട് ലയബിലിറ്റീസ്. എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ്. അതായത് നമുക്ക്
പേയബിൾ, നമ്മളിപ്പോൾ ആളത്തിൽ നിന്ന് എന്തിനെങ്കിലും ക്രെഡിറ്റിന് സാധനം വാങ്ങിച്ച് നമ്മളത് അവർക്ക് പേ ചെയ്യണമല്ലേ. അപ്പോൾ അതൊക്കെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. നോൺ കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞാൽ ലോങ് ടേം ആണ്. ദീസ് ആർ ഒബ്ലിഗേഷൻ ദാറ്റ് ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് വിത്തിൻ 1 year. അതായത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ഒബ്ലിഗേഷൻസും ഈ ഡെറ്റൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലയബിലിറ്റി ഒന്നും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു വർഷത്തിൽ കൂടും. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറണ്ട് ലയബിലിറ്റി, അതിൽ കൂടുതലാണെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ്. എക്സാമ്പിൾ എന്താ വരുന്നത്, ലോങ് ടേം ബാങ്ക് ലോൺ. നമ്മളിപ്പോൾ 3 വർഷത്തിന് 4 വർഷത്തിനൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പറയുന്നത്. സിമ്പിൾ പ്രോബ്ലം. Calculate the closing capital and prepare a simple balance sheet from the following figures as of March 31, 2025. എന്തൊക്കെ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ്, ഡ്രോയിങ്സ്, ക്രെഡിറ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഫർണിച്ചർ, ഡെറ്റേഴ്സ്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് ക്യാപിറ്റൽ. എങ്ങനെയാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ്. ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ്, നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, മൈനസ് ക്ലോസിംഗ് അല്ലെങ്കിൽ മൈനസ് ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്, 1 lakh പ്ലസ് 25,000. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എത്രയാണ്, 25,000 മൈനസ് 5,000. അപ്പോൾ 1 lakh പ്ലസ് 25,000 മൈനസ് 5,000. അപ്പോൾ എത്ര കിട്ടും, 1,25,000 മൈനസ് 5,000, 1,20,000. അപ്പോൾ എന്താണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, 1,20,000 ആണ്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അടുത്ത് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, നമ്മൾ ഇവിടെ ഈ സൈഡിൽ ലയബിലിറ്റീസും ഈ സൈഡിൽ നമ്മൾ അസറ്റുമാണ് എഴുതുക. ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസും റൈറ്റ് സൈഡിൽ അസറ്റും. ഓക്കെ, ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ലയബിലിറ്റീസിൽ വരിക, ക്യാപിറ്റലും അതേപോലെ ലയബിലിറ്റീസും എന്തിലാണ് വരിക, ലയബിലിറ്റി സൈഡിൽ വരും, അസറ്റ്സ് ഒക്കെ അസറ്റ് സൈഡിൽ വരും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് ക്യാപിറ്റലായിട്ടുള്ളത്, എന്തൊക്കെയാണ് ലയബിലിറ്റി, എന്തൊക്കെയാണ് അസറ്റ് ആയിട്ടുള്ളത് നോക്കാം. ക്രെഡിറ്റേഴ്സ് എന്തിലാണ് വരിക, അസറ്റാണോ നമുക്ക് ലയബിലിറ്റി ആണോ? ക്രെഡിറ്റേഴ്സ് നമുക്ക് ലയബിലിറ്റി ആണ്, കാരണം നമ്മൾ പൈസ കൊടുക്കാനുള്ളവരല്ലേ, അപ്പോൾ അത് ലയബിലിറ്റി ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് എന്തിലാണ് വരിക, അസറ്റ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റിലല്ലേ വരിക, കാരണം നമ്മുടെ കയ്യിലുള്ള പൈസയാണ്, അപ്പോൾ അസറ്റ്. ഫർണിച്ചർ എന്തിലാണ് വരിക, ഫർണിച്ചറും നമ്മൾ എന്തിലാണ് വരേണ്ടത്, അസറ്റിലാണ് വരിക. പിന്നെ ഡെറ്റേഴ്സും എന്തിലാണ് വരിക, അസറ്റിലാണ്, കാരണം നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരല്ലേ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ അതും എന്തിൽ തന്നെയാണ് വരിക, അസറ്റിലാണ് വരിക. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടുപിടിച്ച് ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതണം. ക്ലോസിംഗ് ക്യാപിറ്റൽ എവിടെയാണ് വരിക, അത് ഓണറിൻ്റെ പൈസയാണ്, ഇക്വിറ്റിയാണ്, അപ്പോൾ അത് ലയബിലിറ്റി സൈഡാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ എഴുതണം, ക്യാപിറ്റൽ 1,20,000, പിന്നെ ക്രെഡിറ്റേഴ്സ് 40,000. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ് 1,20,000. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയാണ് 40,000. ഈ സൈഡിൽ എന്തൊക്കെ വരും, അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റിൽ വരുന്നതാണ് ഫർണിച്ചർ 60,000. പിന്നെ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത് ഏതൊക്കെയാണ്, ഡെറ്റേഴ്സ് 85,000, ക്യാഷ് ഇൻ ഹാൻഡ് 15,000. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ടോട്ടൽ ചെയ്യണം. 1,20,000 പ്ലസ് 40,000 എന്താ, 1,60,000. 60,000, 85,000, 15,000 ആഡ് ചെയ്താൽ 1,60,000 കിട്ടും. അപ്പോൾ എന്തായി, ബാലൻസ് ആയി, നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്തായി, ബാലൻസ് ആയി. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസും റൈറ്റ് സൈഡിൽ നമ്മൾ അസറ്റുമാണ് എഴുതുക. ഓണേഴ്സ് ഇക്വിറ്റിയും അതേപോലെ ലയബിലിറ്റീസും നമ്മൾ ഈ സൈഡിലും അതേപോലെ അസറ്റ്സ് ഒക്കെ നമ്മൾ ഈ സൈഡിലുമാണ് എഴുതുക. അതെല്ലാം ടോട്ടൽ ചെയ്ത് ലാസ്റ്റ് നമുക്ക് സെയിം ആൻസർ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ അതിൻ്റെ മീനിങ് എന്താണ്, ബാലൻസ് ഷീറ്റ് കറക്റ്റായി എന്നാണ്. ഓക്കെ, അടുത്തതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. Define the 3 main activities under which cash flows are classified in a cash flow statement. Give one example of a cash inflow and cash outflow of each activity. എന്താണ് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും പറഞ്ഞാൽ, കമ്പനിക്ക് ക്യാഷ് കിട്ടുകയാണെങ്കിൽ അത് ക്യാഷ് ഇൻഫ്ലോ, കമ്പനിയിൽ നിന്ന് ക്യാഷ് പോവുകയാണെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോവുകയാണെങ്കിൽ അതെന്താണ്, ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന 3 ആക്ടിവിറ്റീസ്, മെയിൻ ആയിട്ടുള്ള 3 ആക്ടിവിറ്റീസ് എന്നാണ് ചോദിക്കുന്നത്. ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്ലാസിഫൈഡ് ക്യാഷ് മൂവ്മെൻറ്റ്സ് ഇൻ ടു 3 കാറ്റഗറീസ്. 3 കാറ്റഗറീസ് ആയിട്ടാണ് ക്യാഷ് മൂവ്മെൻറ്റ്സിന് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ, ക്യാഷ് ഫ്ലോ എറൈസിങ് ഫ്രം ദ പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. നമ്മുടെ മെയിൻ കോർ ആക്ടിവിറ്റി, ബിസിനസ്സിൻ്റെ കോർ ആക്ടിവിറ്റി യൂസ് ചെയ്തിട്ട് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ഇതാക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താ പറയുന്നത്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് ഗൂഡ്സ് ഓർ സർവീസസ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് അല്ലെങ്കിൽ സെൽ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു പ്രൊഡക്റ്റോ സർവീസോ
സെല്ല് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് ക്യാഷ് അല്ലേ. അപ്പോൾ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുന്നു, അപ്പോൾ കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് ക്യാഷ് കിട്ടി. അപ്പോൾ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോ ആയിട്ടാണ് നമുക്ക് കണക്കാക്കുക. ഔട്ട്ഫ്ലോ പറഞ്ഞാൽ ക്യാഷ് പെയ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഇൻവെൻറ്ററി ഓർ പേയ്മെൻറ്റ് ഓഫ് സാലറീസിന് അല്ലെങ്കിൽ ഇൻവെൻറ്ററിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കി. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പൈസ ചിലവാക്കിയത്. അപ്പോൾ അതെവിടെ വരിക? ഔട്ട്ഫ്ലോയിൽ വരും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അതായത് ബിസിനസ്സിൻ്റെ കോർ ആക്ടിവിറ്റീസിന് വേണ്ടി പൈസ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ വന്നാൽ അത് നമ്മൾ എവിടെ എഴുതുക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ. അടുത്തതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. എന്താ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോസ് റിലേറ്റഡ് ടു ദ അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ലോങ് ടേം അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്യാഷ് ഇക്വാലൻസ്. അതായത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് എന്താ പറയുന്നത്, ക്യാഷ് ഫ്ലോസ് റിലേറ്റഡ് ടു ദ അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ലോങ് ടേം അസറ്റ്സിൻ്റെ അക്വിസിഷനും ഡിസ്പോസലും, അതായത് ഡിപ്രീസിയേഷൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് ടേം അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷനും ഡിസ്പോസലും അക്വിസിഷനും ഒക്കെ നോക്കുന്ന വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്യാഷ് ഇക്വാലൻസിൽ ഇൻക്ലൂഡ് ആവാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സും നമ്മൾ എവിടെയാണ് എഴുതുക? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് എഴുതുക. ഇതിൽ എക്സാമ്പിൾ എന്താ പറയുക? ഇൻഫ്ലോ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മളൊരു ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്യാണ്? സെല്ല് ചെയ്യാണ്. ഒരു ഫിക്സഡ് അസറ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിസിനസ്സിന് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വെച്ച് കിട്ടുന്ന ക്യാഷ് ആണോ? അല്ല. നമ്മളുടെ കയ്യിലുള്ള ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു അസറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ്. അപ്പോൾ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഔട്ട്ഫ്ലോ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മളൊരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു. നമ്മളത് നമ്മുടെ കോർ ബിസിനസ് ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആവണതാണോ? അല്ല. അപ്പോൾ നമ്മളുടെ എന്തിനെങ്കിലും വേണ്ടിയിട്ട്, ഇപ്പോൾ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണ്ടിയിട്ട് നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയാണ് എഴുതുക? നമ്മളുടെ ക്യാഷ് നമ്മളുടെ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അത് ഔട്ട്ഫ്ലോ ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഔട്ട്ഫ്ലോ ആയിട്ടാണ് വരിക. Financing activities. Cash flows resulting from change in the size and composition of the owner's capital and long-term borrowings. അപ്പോൾ ഫിനാൻസിങ് ആയിട്ട് ബന്ധപ്പെട്ട് ക്യാഷ് ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുക. ഇൻഫ്ലോയിൽ വരുന്ന എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്രഷ് ക്യാപിറ്റൽ ബൈ ദ ഓണർ ഒരു ഫ്രഷ് ക്യാപിറ്റൽ, അതായത് പുതിയതായിട്ട് കുറച്ച് ക്യാപിറ്റൽ നമ്മൾ കമ്പനിക്ക് വന്നു, നമ്മൾ കമ്പനിക്ക് കൊടുത്തു ഓണർ. അപ്പോൾ അതെന്താ വരിക? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോ ആയിട്ടാണ് വരിക. ഔട്ട്ഫ്ലോ പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് ഡ്രോയിങ്സ് ടു ദ ഓണർ കമ്പനിയുടെ നിന്ന് കുറച്ച് പൈസ എടുത്തു. അപ്പോൾ അത് എന്തായിട്ടാണ് വരിക? ഔട്ട്ഫ്ലോ ആയിട്ടാണ് വരിക. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ആക്ടിവിറ്റീസ് ആണ്? 3 ഉള്ളത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കോർ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലും ഇൻഫ്ലോ ഔട്ട്ഫ്ലോയും, ഇൻവെസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടത് ഇൻഫ്ലോ ഔട്ട്ഫ്ലോയൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലും, ഫിനാൻസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഇൻഫ്ലോ ഔട്ട്ഫ്ലോയൊക്കെ ഫിനാൻസിംഗ് ആക്ടിവിറ്റീസിലുമാണ് വരിക. അത് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. Given a net profit of 50,000 and the following information, calculate the cash flow from operating activities using the indirect method. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. വേറെ കുറച്ച് കാര്യങ്ങൾ തന്നിരിക്കേണ്ടത് എന്താണ്? ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി തന്നിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഡിക്രീസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് എഴുതണം? പെർട്ടിക്കുലേഴ്സും കാൽക്കുലേഷൻസിനും എമൗണ്ട് എന്ന് എഴുതിയിട്ട് നെറ്റ് പ്രോഫിറ്റ് വേണം ഫസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. എത്രയാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? 50,000. അപ്പോൾ 50,000 നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ എഴുതി. അടുത്ത് ആഡ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തതിന് ശേഷം എന്താ ആഡ് ചെയ്യേണ്ടത്? നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. ഇവിടെ നോൺ ക്യാഷ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആയിട്ട് വരുന്നത് എന്താ? ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി. ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് ഐറ്റം അല്ലേ? കാരണം എന്തെങ്കിലും പൈസ അവിടെ നിന്ന് നമ്മൾ പോകുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതൊരു നോൺ ക്യാഷ് ഐറ്റം ആയിട്ടാണ് നമ്മൾ പക്ഷേ പൈസ പോകണ പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ക്യാഷ് ഐറ്റമാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി എത്രയാണ്? 10,000. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യണം. അപ്പോൾ 10,000 നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്കെന്താ? അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ്. കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റീസിലും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റീസിലും വരുന്നത് ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ്. അപ്പോൾ അത് കറണ്ട് എന്താ വരിക? കറണ്ട് അസറ്റാണ് വരിക. അപ്പം ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് അപ്പോൾ എന്താ വരിക? സബ്ട്രാക്ട് ചെയ്യണം. ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് നമ്മൾ മൈനസ് ആണ് ചെയ്യുക. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഡിക്രീസും, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് നമ്മൾ മൈനസും, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് നമ്മൾ പ്ലസ്സുമാണ് ചെയ്യുക. അതേപോലെ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ മൈനസും, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ ആഡുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ് അല്ലേ? അപ്പോൾ കറണ്ട് അസറ്റ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ
എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് മൈനസ് 5,000 നമ്മൾ എന്താ ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യണം. അടുത്ത ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്, ലയബിലിറ്റീസ് ഡിക്രീസ് ആയി, ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ലയബിലിറ്റി അല്ലേ, ലയബിലിറ്റീസ് ഡിക്രീസ് ആയി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഡെറ്റേഴ്സ് ഇൻക്രീസ് ആയാലും ക്രെഡിറ്റേഴ്സ് ഡിക്രീസ്, അതായത് കറണ്ട് അസറ്റ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. കറണ്ട് അസറ്റ് ഡിക്രീസ് ആയി കഴിഞ്ഞാൽ ആഡ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ആയി ആഡ് ചെയ്യണം, കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ആയി സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ഡിക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഡിക്രീസ് ആയി എന്ന് പറയുമ്പോൾ അതെന്താണ്, നമുക്ക് ലയബിലിറ്റി അല്ലേ, എക്സ്പെൻസസ് പേ ചെയ്യാനുണ്ടായിരുന്നു, അത് ഡിക്രീസ് ആയി. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ആയാൽ നമ്മൾ എന്താ ചെയ്യുക, സബ്ട്രാക്റ്റ്. അപ്പോൾ ഇത് മൊത്തം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 50,000 പ്ലസ് 10,000 60,000 മൈനസ് 5 മൈനസ് 3 മൈനസ് 2, അപ്പോൾ എന്ത് കിട്ടും, 50,000 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ത് കിട്ടി, 50,000 കിട്ടി. ഇവിടെ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഒന്നും തന്നിട്ടില്ല, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ മാത്രമേ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. ഇൻവെസ്റ്റിങ്ങിൻ്റെയും ഫിനാൻസിൻ്റെയും നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്ര കണ്ടാൽ മതി. അപ്പോൾ എന്താണ് നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയത്, 50,000.